ഇന്ന് മാമ്പ്രയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദുൽ മദീനി തങ്ങൾ, അവർക്ക് 3 മഖാമുണ്ട്. ഒന്ന് പാലക്കാട് ലക്കിടിയിലുണ്ട്, ഒന്ന് താനാളൂരുണ്ട്, 3 സ്ഥലത്തും കാട്ടിലപ്പാപ്പ എന്നാണ് അവരെ കുറിച്ച് പറയാറുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു ഉപ്പാപ്പാക്ക് 3 ജാറം, ഒരു ഉപ്പാപ്പാരെ പേരിൽ 3 ജാറം. നമ്മുടെ നാടുകളിൽ പല ആളുകളും പല രാജ്യങ്ങളിലായി, പല നാടുകളിലായി ജോലിക്ക് പോയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നവരുണ്ട്, അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയ ആളുകളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ മറ്റ് പല പ്രദേശങ്ങളിലും പോയി വീടെടുത്ത് താമസമാക്കിയ ആളുകളുമുണ്ട്. ചില ആളുകളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുവന്ന് കബറടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ചില ആളുകളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ എവിടെയാണോ ഉള്ളത് ആ നാട്ടിലുള്ള മഹല്ലുമായി ബന്ധപ്പെട്ടുള്ള ഖബർസ്ഥാനിൽ കൊണ്ടുപോയി കബറടക്കുന്നു. വിദേശത്തുള്ളവർ ആ രീതിയിൽ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി കബറടക്കും. പക്ഷെ അവരോടുള്ള സ്നേഹം എന്ന രൂപത്തിൽ നമ്മുടെ നാടുകളിൽ എവിടെയും തന്നെ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും മരണപ്പെട്ട ഒരാളെ ചിലപ്പോൾ അവരുടെ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് നാട്ടിലുള്ള ഖബർസ്ഥാനിൽ കബറടക്കും, അല്ലെങ്കിൽ വിദേശത്ത് തന്നെ കബറടക്കും. അങ്ങനെ വിദേശത്ത് കബറടക്കിയ ഒരാളോട് അയാളുടെ സ്നേഹം കാരണം, അയാളുടെ ഇഷ്ടം കാരണം നമ്മുടെ നാട്ടിലുള്ള ഖബർസ്ഥാനിൽ അയാളുടെ പേരിൽ അതേപോലെ ഒരു ഖബർ ഉണ്ടാക്കി വെക്കാറില്ല. എന്നാൽ ഇന്ന് ആളുടെ ഖബറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഖബർ ഉണ്ടാക്കി വെക്കാറില്ല. അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കാർക്കും അറിയുക പോലുമില്ല. എന്നാൽ ഇപ്പോൾ ജാറ വ്യവസായ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ വേണ്ടി പുരോഹിതന്മാർ അത്തരത്തിലുള്ള ജാറങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു. ഒരു ജാറത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം തികയുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിന്റെ പേരിൽ തന്നെ 2ഉം 3ഉം ജാറങ്ങൾ ഉണ്ടാക്കിയാണ് അവർ ചെയ്യുന്നത്. അതിലൂടെ കോടികളാണ് മറിയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ചില ജാറങ്ങളൊക്കെ ലേലം വിളിച്ച കഥകളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്, അറിഞ്ഞതാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്ന പൗരോഹിത്യം എന്ത് നെറികെട്ട ഏർപ്പാടുകളും ചെയ്യുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവർക്ക് തുന്ന് കൊഴുത്ത് ജീവിച്ച് തീർക്കണം. അതിനപ്പുറം ഇസ്ലാമിനോട് ഒരു പ്രതിബദ്ധതയും അവർക്കില്ല. ചില മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളൊക്കെ പിന്നീട് അവരുടെ വലിയ നേതാക്കന്മാർ തന്നെ തിരുത്തി പറയിപ്പിക്കുന്ന രംഗം പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി AP സമസ്തയിലെ വലിയ നേതാവാണല്ലോ. അദ്ദേഹം അവരുടെ അനുയായികളായ പുരോഹിതന്മാർ തന്നെ കറാമത്തിന്റെ പേരും പറഞ്ഞ് ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാരുടെയും അല്ലാതെ മറ്റുള്ളവരുടെയും ഒക്കെ പേരിൽ പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് ശക്തമായി എതിർത്തുകൊണ്ട്, നിഷേധിച്ചുകൊണ്ട് അതിനെ തിരുത്തിപ്പിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്ന രംഗങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിര് കവിയാൻ പാടില്ല. ഏത് അത്ഭുതം കണ്ടാലും അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല. അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല. വളരെ ശ്രദ്ധിക്കണം, ഈമാൻ ശ്രദ്ധിക്കണം. ഈമാനിന് കേടുവരാൻ പാടില്ല. ഇങ്ങനൊക്കെ എല്ലാറ്റിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവന്റേത് തന്നെയാണ്, പടച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് മഹാനായ പരിപ്പാട് മക്കാം സിയമ്പലിയുള്ള ഒഴിവാക്കിയതാ. ഇതുപോലെ ഇവിടെ കാട്ടിലെ ഉപ്പാപ്പാക്ക് 3 ജാറമുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു നാട്ടിൽ അദ്ദേഹത്തെ കബറടക്കുകയും ചെയ്തു. പക്ഷേ മറ്റ് 2 പ്രദേശങ്ങളിലും സമാനമായ ജാറമുണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ട് അവിടേക്ക് ആളുകൾ ക്ഷണിക്കുകയാണ് പുരോഹിതന്മാർ. മഹത്വം 3 സ്ഥലത്ത് പോയാലും ഒരുപോലെയാണ് എന്നാ പറയുന്നത്. ഒരു പുരോഹിതൻ പറയും, നമുക്കൊന്ന് കേൾക്കാം. ഇന്ന് മാമ്പ്രയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദുൽ മദീനി തങ്ങൾ, അവർക്ക് 3 മഖാമുണ്ട്. ഒന്ന് പാലക്കാട് ലക്കിടിയിലുണ്ട്, ഒന്ന് താനാളൂരുണ്ട്, 3 സ്ഥലത്തും കാട്ടിലപ്പാപ്പ എന്നാണ് അവരെ കുറിച്ച് പറയാറുള്ളത്. ഈ 3 കാട്ടിലും മഹാനവറുകൾ താമസിച്ചിട്ടുണ്ട്. വഫാത്തായത് ലക്കിടിയിൽ നിന്നാണ്. എന്നിട്ട് അവിടുത്തെ ജനാസ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 3 സ്ഥലത്തും ഉണ്ടെന്നാണ് ആരിഫീങ്ങൾ വാദിക്കുന്നത്. അവിടുത്തെ മദദുൻ നസ്റും പൊരുത്തവും കിട്ടാൻ 3 സ്ഥലത്ത് പോയാലും ലഭിക്കുമെന്നാണ് ആരിഫീങ്ങൾ പഠിപ്പിക്കുന്നത്. അവരുടെ മദദും പൊരുത്തവും ഒക്കെ കിട്ടാൻ വേണ്ടി 3 സ്ഥലത്ത് പോയാലും സാധിക്കുമെന്നാണ് ആരിഫീങ്ങൾ പറയുന്നത്. ഏത് ആരിഫീങ്ങളാണല്ലോ? ഏത് ആരിഫീങ്ങൾ? ജൂതന്റെ ചെരുപ്പ് നക്കികളായ
ഷിയായിസത്തിന്റെ ഏജന്റുമാരായി സമൂഹത്തിന്റെ മുന്നിൽ ഞെളിഞ്ഞു നടക്കുന്ന കുബൂരി പാതിരിമാരല്ലാതെ ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ചില ആരിഫീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നങ്ങ് വെച്ച് കാച്ചും. ആരു പറഞ്ഞു അങ്ങനെ? ഒരു വ്യക്തിക്ക് 3 മക്കാമോ, ഒരു വ്യക്തിക്ക് 3 ഖബർസ്ഥാനിയോ ആര് പഠിപ്പിച്ചു തന്നു? എന്റെ ഈ 3 സ്ഥലത്തും ഉണ്ട് എന്നാ പറയുന്നത്, ഈ 3 സ്ഥലത്തും പോകണം എന്നാ പറയുന്നത്, ഈ 3 സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാ പറയുന്നത്. ഇനി ഇവർ പറയുന്ന വാദം വെച്ചുകൊണ്ട് ഇവിടേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇവരിപ്പോ എന്താ പഠിപ്പിക്കാറുള്ളത്? മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും, എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യും. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാനാ നിങ്ങളുടെ കൽബകം എന്നവർ വല്ല നീലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതെ ഉത്തരം ചെയ്യും ഞാൻ എന്നവർ ഇതല്ലേ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഉമ്മത്തിന് ഇവർ എങ്ങോട്ടാ നയിക്കുന്നത്? ഇവിടെ കൊണ്ട് ഇത് അവസാനിക്കുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്? ചില ആളുകൾക്ക് 40 തടി, ചില ആളുകൾക്ക് 3 തടി, ചില ആളുകളെ കോഴിക്കോടും കണ്ടിട്ടുണ്ട്, മക്കത്തും കണ്ടിട്ടുണ്ട്, ചില ആളുകളെ പല നാടുകളിലായി കണ്ടിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ സമൂഹത്തെ ചതിക്കുകയാണ് പുരോഹിതന്മാർ ചെയ്യുന്നത്. നമ്മളിതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് സ്റ്റേജ് ഒരുക്കി കൊടുക്കുന്ന ആളുകൾ അവർ ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തികമായി ചില ലാഭങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ പരലോകം എന്നൊന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എവിടെയും തന്നെ ഏതെങ്കിലും ഒരു മഹാന്റെ പേരിൽ ഇങ്ങനെ ഒരു ജാറത്തിന്റെ കഥകൾ നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. ജാറവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ കേരളക്കരയിൽ പുരോഹിത വർഗം കാട്ടിക്കൂട്ടുന്ന ഒരു സംഭവവും നമുക്ക് അവിടെ എവിടെയും കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അവിടെ നേർച്ചയില്ല, ആണ്ടില്ല, ഉറൂസില്ല, മുസ്ലിയാക്കന്മാർ തട്ടിക്കൂട്ടുന്ന ഉത്സവങ്ങൾ ഒന്നും തന്നെ അവിടെ എവിടെയും ഇല്ല. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയില്ല. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയോ കാര്യങ്ങളോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് പോലുമില്ല. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, എവിടെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ ജാറം വ്യവസായ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതിനെ അതിശക്തമായി ഇസ്ലാമിക പ്രമാണങ്ങൾ എതിർത്തിട്ടുണ്ട്. അത് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ബോധ്യപ്പെടും. നിങ്ങളെ ചതിക്കുകയാണ് ഈ പുരോഹിത വർഗം. ഇല്ല എങ്കിൽ പറ, നിങ്ങൾ മഹാനായ മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇതുപോലെ 3ഓ 4ഓ മക്കാമുണ്ടോ? മഹാനായ നമ്മുടെ മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എവിടെയെങ്കിലും ജാറങ്ങൾ ഉണ്ടോ? ഇങ്ങനെ മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിൽക്കാലഘട്ടത്തിൽ നടന്ന ചില സംഭവങ്ങൾ, പ്രവാചകന്റെ ഭൗതിക ശരീരം ഗുഹയുണ്ടാക്കി കൊണ്ടുപോകാൻ ചില ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എവിടെയും തന്നെ പ്രവാചകന്റെ കവറാണ്, പ്രവാചകന്റെ മക്കാമാണ്, പ്രവാചകന്റെ ജാറമാണ് എന്ന രീതിയിൽ വേറെ ജാറങ്ങളോ കാര്യങ്ങളോ അവിടെ ഉത്സവങ്ങളോ നേർച്ചകളോ പൂരങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം. അതുപോലെ തന്നെ മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാരായ ഔലിയാക്കളിൽ ഒന്നാമന്മാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലോ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലോ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലോ, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലോ ജാറത്തോട്ടങ്ങൾ എവിടെയും ഇല്ല. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മഖാമുകളില്ല, ഖബർസ്ഥാനുകളില്ല. അതുപോലെ മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാരായ ഔലിയാക്കന്മാരായ ആളുകളുടെ പേരിൽ എവിടെയും തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ കേട്ടിട്ട് പോലുമില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലെ തലയിൽ കെട്ടിട്ട് മൊല്ലാക്കമാർ അവർ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നു, രംഗത്ത് വരുന്നു. തിരിച്ചറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് ഗൗരവത്തോടെ തന്നെ. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള പുരോഹിതന്മാരുടെ ഫിത്നയിൽ നിന്ന്, ഷർറിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി അത് ഷെയർ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.